വെറുപ്പിന്റെയും അപരമത വിദ്വേഷത്തിന്റെയും പ്രചാരകനായ തീവ്ര ഹിന്ദുത്വവാദി സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തുമ്പോൾ കോൺഗ്രസ് ബി.ജെ.പി ബന്ധം സജീവ ചർച്ചയായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അത് മറ്റുള്ള ചർച്ചകൾക്ക് കൂടി വഴിവെക്കുകയാണ്. ഏറ്റവും പ്രധാനം ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന നാളുകളിലാണ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. എന്റെ എടക്കാട് അസംബ്ലിയിലെ കീഴുന്ന തോട്ടനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ RSSന്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോൾ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും CPM ശ്രമിച്ച ഒരു കാലമുണ്ട്. അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോൾ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ. RSS ശാഖയ്ക്ക് കാവൽ നിന്നെന്ന അഭിമാനത്തോടെ പറയുന്ന കെ സുധാകരനും ഗോൾവാൾക്കറുടെ ചിത്രത്തിന് കീഴെ വിളക്ക് കൊളുത്തി മനസ്സിലിരുപ്പ് മറച്ചുവെക്കാത്ത VD സതീശനും ഒരിടവേളയ്ക്ക് ശേഷം യോജിപ്പോടെ നീങ്ങിയത് സന്ദീപ് വാര്യർക്ക് വേണ്ടിയായിരുന്നു. ഇരുവരുടെയും വാർത്താ സമ്മേളനത്തിലേക്ക് കയറി വന്ന സന്ദീപ് വാര്യർ കൊടിമാറ്റത്തിന്റെ അണിയറ നീക്കങ്ങൾ സ്വയം വെളിപ്പെടുത്തി. കോൺഗ്രസ് ബി.ജെ.പി ബന്ധം സജീവ ചർച്ചയായ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പല ചോദ്യങ്ങളും ഇതോടെ ഉയരുകയാണ്. മനുഷ്യത്വമില്ലാത്ത സുരേന്ദ്രന്റെ നേതൃത്വത്തോട് മാത്രമല്ലേ സന്ദീപ് വാര്യരുടെ എതിർപ്പ്? എന്നുവെച്ചാൽ RSS ആശയങ്ങളോട് എതിർപ്പ് അശേഷമില്ല എന്നല്ലേ അർത്ഥം? മഹാത്മാഗാന്ധിയെ ചെറുതായി വെടിവെച്ചു കൊന്നെന്ന നിർലജ്ജം പറഞ്ഞ സന്ദീപ് വാര്യർ ഇന്നും RSS തന്നെയല്ലേ? ഗാന്ധി ഘാതകരെ ന്യായീകരിച്ച കോൺഗ്രസുകാരനായിട്ടാണോ സന്ദീപ് ഇനി ജീവിക്കുക? അതിനു മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ആഭ്യന്തര ശത്രുക്കളാണെന്ന ഹിന്ദുത്വവാദികളെ പഠിപ്പിച്ച ഗോൾവാൾക്കറുടെ വിചാരധാരയെ മുറുകെ പിടിച്ചല്ലേ സന്ദീപ് വാര്യർ കോൺഗ്രസുകാരനായത്? ലക്ഷണമൊത്ത സംഖ്യയെ കോൺഗ്രസുകാരനായി കാണാൻ കെ സുരേന്ദ്രനോടുള്ള സൗന്ദര്യപ്പിണക്കം മാത്രം മതിയോ എന്ന ചോദ്യമാണ് കേരളം ചോദിക്കുന്നത്. സന്ദീപ് വാര്യരുടെ വരവോടെ പരസ്യമായ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഹിന്ദുത്വ അഭിനിവേശം പാലക്കാട് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആ പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. സന്ദീപ് വാര്യരും VD സതീശനും കെ സുധാകരനും ചേർന്ന് വെട്ടിലാക്കിയ മറ്റു ചിലരെ കുറിച്ചുകൂടി പറയാം. പാലക്കാട് UDFനെ പിന്തുണയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPIയുമാണ് ഇക്കൂട്ടർ. ജമാഅത്തെ ഇസ്ലാമി മാധ്യമങ്ങളിലൂടെ സന്ദീപ് വാര്യർ ഇടത്തേക്കെന്ന വലിയ തോതിൽ പ്രചരിപ്പിച്ചിരുന്നു. ഖദറിട്ട സന്ദീപിനെ വെളുപ്പിക്കാൻ മാധ്യമ ഇരുട്ടുമുറികളിൽ കുരുട്ടുബുദ്ധികൾ തന്ത്രം മെനയുന്നതും ഇനി കാണാം. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന കോൺഗ്രസിനെ തുറന്നുകാട്ടാൻ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തോടെ പാലക്കാട്ടെ ഇടതുപക്ഷത്തിന് കൂടുതൽ വഴിയൊരുങ്ങി. പൊളിറ്റിക്കൽ ഡെസ്ക്, കൈരളി ന്യൂസ്.